ഹലോ ഓൾ, എല്ലാവർക്കും I+ൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പുതിയൊരു ടോപ്പിക്കാണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ അല്ലേ. നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ സൈക്കിൾസ് നൈട്രജൻ സൈക്കിളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഡീപ്പായിട്ടൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് നോക്കാം. നമുക്കറിയാം നൈട്രജൻ എന്ന് പറയുന്നത് എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും വളരെയധികം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഗ്യാസ് ആണെന്നൊക്കെ നമുക്ക് പറയാം. വിച്ച് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻ ആൻഡ് ന്യൂക്ലിക് ആസിഡ് സച്ച് ആസ് DNA അല്ലെ, വിച്ച് ട്രാൻസ്ഫർ ജനറ്റിക് ഇൻഫോർമേഷൻ സബ്സിക്വൻറ്റ് ജനറേഷൻ ഓഫ് ഓർഗാനിസം. Our atmosphere has 78% nitrogen gas, and this atmospheric nitrogen is molecular dinitrogen and relatively non-reactive molecule that is metabolically useless. It cannot be utilized directly by the plants or animals. അപ്പം ഈ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ഈ ഒരു നൈട്രജൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഇത് മെയിൻ നമ്മുടെ അമിനോ ആസിഡ്സിലെ മെയിൻ ഒരു കണ്ടൻ്റ് ആണ് അല്ലെ, മെയിൻ ഒരു പാർട്ടെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അമിനോ ആസിഡ്സ് നമുക്കറിയാലോ നമ്മുടെ പ്രോട്ടീൻ്റെ മെയിൻ ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നൈട്രജൻ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ അറ്റ്മോസ്ഫിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ 78% ആരാണ്, പകുതിയിൽ കൂടുതലല്ലേ, അത്രയും പെർസെൻറ്റേജ് നമ്മുടെ ആരാ കാണുന്നത്, നൈട്രജൻ ആണ് കാണുന്നത്. അപ്പോൾ പക്ഷേ ഈ നൈട്രജൻ ഡൈനൈട്രജൻ ഫോമിലായിരിക്കും അല്ലേ, N2 ഫോമിലാണ് കാണപ്പെടുന്നത്. അപ്പം ഇങ്ങനെ N2 ഫോമിൽ കാണുന്നത് കൊണ്ട് തന്നെയും അല്ലേ, N2 ഫോമിൽ കാണുന്നത് കൊണ്ട് തന്നെയും നമുക്കത് യൂസ്ലെസ് ആണ്, നമുക്കത് ആവശ്യമില്ല. 78% ഉണ്ടെങ്കിലും നമുക്കത് ആവശ്യമില്ല, വെറും യൂസ്ലെസ് ആണ് അല്ലേ, നമുക്കത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ ഒരു നൈട്രജനെ ഫിക്സ് ചെയ്തിട്ട് പ്ലാന്റ്സിനും ആനിമൽസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കണം. ഒരുപാട് രീതിയിൽ നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഒരുപാട് രീതിയിൽ നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾക്ക് പറഞ്ഞു അല്ലേ, ഈ N2 എന്ന് പറയുന്ന ഫോമിനെ നമുക്ക് ആവശ്യമില്ല. സോ ഈ N2വിനെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. നൈട്രജനെ അമോണിയാക്കി കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നൈട്രജൻ ഫിക്സേഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ. അത് പല രീതിയിൽ ഫിക്സ് ചെയ്യാം, ബാക്ടീരിയാസ് ഫിക്സ് ചെയ്യും, ഇൻഡസ്ട്രിയൽ രീതിയിൽ ഫിക്സ് ചെയ്യാം, അറ്റ്മോസ്ഫിയർ തന്നെ ഇത് ഫിക്സ് ചെയ്യാനായിട്ട് സഹായിക്കാറുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഈ ഒരുപാടുള്ള 78% ഉള്ള നൈട്രജൻ ഫോമിനെ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യണം, നൈട്രജനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം, അമോണിയയാക്കി കൺവേർട്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? Nitrogen fixation is essential to life because fixed inorganic nitrogen compounds are required for the biosynthesis of all nitrogen containing organic compounds such as amino acids and protein, nucleic acid. ഓക്കെ അല്ലേ. അപ്പോൾ ഈ നൈട്രജൻ ഫിക്സേഷൻ വളരെയധികം എസെൻഷ്യൽ ആണ്. നമുക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ട രീതിയിൽ നൈട്രജനെ കിട്ടിയെങ്കിൽ മാത്രമേ ബാക്കി പ്രോസസ്സുകളും മറ്റും ഒക്കെ എന്ത് ചെയ്യുകയുള്ളൂ, നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, ഈ നൈട്രജനെ യൂട്ടിലൈസ് ചെയ്യുക. സോ നൈട്രജൻ ഫിക്സേഷൻ ബയോളജിക്കലി നമുക്ക് ഫിക്സ് ചെയ്യാം, നോൺ ബയോളജിക്കലിയും ചെയ്യാം. അപ്പം ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത് നൈട്രജനെ എന്തായിട്ട് മാറ്റുന്നതാണ്, അമോണിയ ആക്കി മാറ്റുന്നതാണ്. സോ നൈട്രജനെ അമോണിയ ആക്കി മാറ്റാൻ 2 രീതിയുണ്ട്. ബയോളജിക്കലിയും പറ്റും, നോൺ ബയോളജിക്കലിയും പറ്റും അല്ലേ. നൈട്രജൻ ക്യാൻ ബി ഫിക്സഡ് ബൈ ലൈറ്റനിങ് ദാറ്റ് കൺവേർട്ട് നൈട്രജൻ ആൻഡ് ഓക്സിജൻ ഇൻറ്റു നൈട്രജൻ ഓക്സൈഡ്സ്. നോൺ ബയോളജിക്കലി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഈ നൈട്രജനെ അറ്റ്മോസ്ഫിയറിലെ മെത്തേഡ് അല്ലേ, ലൈറ്റനിങ് വഴി അല്ലേ, ലൈറ്റനിങ് വഴിയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. കൺവേർട്ട് ചെയ്തിട്ട് എന്തായിട്ടാണ് മാറ്റുന്നത്, കൺവേർട്ട് നൈട്രജൻ ആൻഡ് ഓക്സിജൻ ഇൻറ്റു നൈട്രജൻ ഓക്സൈഡ് അല്ലേ. നൈട്രജൻ കൺവേർട്ട്സ് നൈട്രജൻ ആൻഡ് ഓക്സിജൻ ഇൻറ്റു നൈട്രജനസ് ഓക്സൈഡ്സ് ആക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ദാറ്റ് മേ ബി റിയാക്ട് വിത്ത് വാട്ടർ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, റെയിൻ വാട്ടറുമായിട്ടൊക്കെ റിയാക്ട് ചെയ്തിട്ട് ദാറ്റ് മേക്ക് നൈട്രസ് ആസിഡ് ഓർ നൈട്രിക് ആസിഡ് വിച്ച് സീപ്സ് ഇൻ ടു ദി സോയിൽ വെയർ ഇറ്റ് മേക്ക് നൈട്രേറ്റ്സ്. ഈ നൈട്രിക് ആസിഡ് എന്തായിട്ട് മാറുന്നു, നൈട്രേറ്റ് ആയിട്ട് മാറ്റും, വിച്ച് ക്യാൻ ബി യൂസ് ഓഫ് പ്ലാന്റ്സ്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച്, നൈട്രജനെ നമ്മൾ ആദ്യം അമോണിയ ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് ഈ അമോണിയ അല്ല പ്ലാന്റ്സ് യൂസ് ചെയ്തത്, ദെൻ എന്ത് നൈട്രിഫിക്കേഷൻ ഉണ്ടല്ലോ, ഇതിനെ നൈട്രേറ്റ് പോയി
നൈട്രേറ്റ് ആക്കി നൈട്രിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി എഗെയിൻ നൈട്രേറ്റ് ആക്കി മാറ്റണം. ഈ നൈട്രേറ്റ് ആണ് പ്ലാന്റ് യൂസ് ചെയ്യാറുള്ളത്. അപ്പം നൈട്രജനെ അമോണിയ ആക്കി മാറ്റുന്നതാണ് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ആ അമോണിയ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിനെ ഫർദർ കൺവേർട്ട് ചെയ്തിട്ട് നൈട്രേറ്റ് ആക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് നോക്കിയേ. ഈ നൈട്രജനെ ആദ്യം എന്ത് ചെയ്യുന്നു, ഇത് പല രീതിയിൽ ചെയ്യാം കേട്ടോ. ബയോളജിക്കലിയും ചെയ്യാം, നോൺ ബയോളജിക്കലിയും ചെയ്യാം. നമ്മൾ നോൺ ബയോളജിക്കലിയാണ് ഇപ്പോൾ പറയുന്നത്. അതിൽ ലൈറ്റനിങ് വഴി എങ്ങനെ നമുക്ക് ഈ നൈട്രജനെ എന്താക്കി മാറ്റാം എന്ന് പറയുന്നത്, നൈട്രേറ്റ് ആക്കി മാറ്റാം എന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സോ ലൈറ്റനിങ് സമയത്ത് ഈ നൈട്രജനെ എന്തായിട്ട് മാറുന്നു, കൺവേർട്സ് നൈട്രജൻ ആൻഡ് ഓക്സിജൻ ഇൻറ്റു നൈട്രജൻ ഓക്സൈഡ്സ്. നൈട്രജനെയും ഓക്സിജനെയും നൈട്രജൻ ഓക്സൈഡ്സ് ആയിട്ട് ലൈറ്റനിങ്ങിൻ്റെ സമയത്ത് കൺവേർട്ട് ചെയ്യുന്നു. ഇത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നൈട്രസ് ആസിഡ് അല്ലെങ്കിൽ നൈട്രിക് ആസിഡ് ആവുന്നു. ഈ നൈട്രിക് ആസിഡ് സോയിലിലേക്ക് എത്തുന്നു, അതെന്തായിട്ട് മാറുന്നു, നൈട്രേറ്റ് ആക്കി മാറ്റുന്നു. അത് പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നു. Nitrogen in the atmosphere is highly stable and non-reactive due to the triple bond between the atoms in the N2 molecule. അല്ലെ, ഇപ്പോൾ N2 മോളിക്യൂൾസിൻ്റെ ഇടയിൽ എന്താണ്, ആ ട്രിപ്പിൾ ബോണ്ടാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അത് നോൺ റിയാക്റ്റീവും ഹൈലി സ്റ്റേബിളും ആയിരിക്കും. ഇപ്പോൾ ക്ലിയർ ആയോ? ഒന്നാമത്തെ ഇപ്പം ഒന്നുകൂടി പറഞ്ഞ്, നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ നൈട്രജനെ അമോണിയാക്കി മാറ്റുന്ന പ്രോസസ്സ്. അപ്പോൾ ഇങ്ങനെ അമോണിയാക്കി മാറ്റിയിട്ടും കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, പിന്നെയും അതിനെ നെക്സ്റ്റ് നൈട്രേറ്റ് ആക്കി കൺവേർട്ട് ചെയ്യണം അല്ലേ. എങ്കിൽ മാത്രമേ, അല്ലെ നൈട്രിഫിക്കേഷൻ നടന്നെങ്കിൽ മാത്രമേ പ്ലാന്റ്സിന് യൂസ്ഫുൾ ആവുകയുള്ളൂ. അങ്ങനെ ആക്കണമെങ്കിൽ ബയോളജിക്കലിയും പറ്റും, നോൺ ബയോളജിക്കലിയും പറ്റും. അതിൽ നോൺ ബയോളജിക്കൽ മെത്തേഡാണ് ലൈറ്റനിങ് എന്ന് പറയുന്നത്. ലൈറ്റനിങ് പ്രൊഡ്യൂസ് ഇനഫ് എനർജി ആൻഡ് ഹീറ്റ് ടു ബ്രേക്ക് ദിസ് ബോണ്ട് അല്ലേ. അപ്പോൾ ഈ ലൈറ്റ് നമ്മൾ പറഞ്ഞു, ഈ N2-ൽ ട്രിപ്പിൾ ബോണ്ടാണ് അല്ലേ, ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ ഈ ട്രിപ്പിൾ ബോണ്ട് കാരണം ഇത് ഭയങ്കര സ്റ്റേബിളുമാണ് അല്ലേ, സ്റ്റേബിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ കുറച്ച് ടഫ് ആയതുകൊണ്ട് തന്നെ, പക്ഷേ എന്നിരുന്നാലും ലൈറ്റനിങ്ങിൽ എന്തുണ്ട്, ലൈറ്റനിങ് എന്ന് പറഞ്ഞാൽ ഹൈ എനർജി, ഹൈ വോൾട്ടേജ് എനർജിയാണല്ലേ ഭൂമിയിലേക്ക് വരുന്നത്. സോ ദാറ്റ് എനർജി ആൻഡ് ഹീറ്റ് ടു ബ്രേക്ക് ദ ബോണ്ട് അല്ലേ. അങ്ങനെ അതെന്ത് ചെയ്യുന്നു, ഈ ഒരു ട്രിപ്പിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്തിട്ട് അലോയിങ് നൈട്രജൻ ആറ്റം അല്ലേ, നൈട്രജൻ ആറ്റത്തിനോട് പോയിട്ട് നോൺ റിയാക്റ്റീവുമാണ്. N2 ഫോമിൽ ഇത് നോൺ റിയാക്റ്റീവുമാണ്. സോ മിന്നൽ വരുമ്പോൾ അല്ലെ, ലൈറ്റനിങ് വരുന്ന സമയത്ത് ഇതിലെ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. എന്നിട്ട് നൈട്രജനോട് എന്ത് പറയുന്നു, നീ പോയിട്ട് നമ്മുടെ ഓക്സിജനുമായിട്ടൊക്കെ ഒന്ന് ലിങ്ക് ചെയ്തിട്ട് വരാൻ പറയുന്നു. അങ്ങനെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നൈട്രജൻ ഓക്സൈഡ്സ് ഉണ്ടാവുന്നു. എന്നിട്ട് ഈ കോമ്പൗണ്ട്സ് പ്ലാന്റ്സിന് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യുന്നു, അത് കൂളായിട്ട് എന്ത് ചെയ്യുന്നു, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നൈട്രിക് ആസിഡ്സ് ഫോം ചെയ്യുന്നു. എന്നിട്ട് ഈ നൈട്രിക് ആസിഡ്സ് എന്ത് ചെയ്യുന്നു, എഗെയിൻ കൺവേർട്ട് ആയിട്ട് അയോൺസ് ആയിട്ടുള്ള നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അതാണ്, അങ്ങനെയാണ് നമ്മുടെ ഇടിമിന്നൽ വഴി എന്ത് ചെയ്യുന്നത്, നൈട്രജനെ ഫിക്സ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറൈസേഷനാണ് കേട്ടോ ഈ കൊടുത്തിരിക്കുന്നത്. ലൈറ്റനിങ് എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു, നൈട്രജൻ മോളിക്യൂൾസിനെ ബ്രേക്ക് ചെയ്യുന്നു. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നെക്സ്റ്റ് ബയോളജിക്കൽ. ഇനി ബയോളജിക്കലി എങ്ങനെ ഫിക്സ് ചെയ്യാം എന്ന് നോക്കാം. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ വാസ് ഡിസ്കവേർഡ് ബൈ ജർമ്മൻ അല്ലെ അഗ്രോണമിസ്റ്റ് ഹെർമൻ. നമ്മുടെ ഹെർമൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റും അതുപോലെ തന്നെ ഡച്ച് മൈക്രോബയോളജിസ്റ്റ് ആയിട്ടുള്ള മാർട്ടിനസ് അല്ലെ ബേജർണിക്കും കൂടി ചേർന്നിട്ടാണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ കണ്ടുപിടിച്ചത്. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ അല്ലെങ്കിൽ BNF occurs when atmospheric nitrogen is converted into ammonia by nitrogenase enzyme. എന്താണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ അല്ലെങ്കിൽ BNF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നൈട്രജൻ ഫിക്സേഷൻ അറിയാം, ഇത്രയും നമുക്കറിയാം അല്ലേ. നോൺ ബയോളജിക്കലിലും ബയോളജിക്കലിലും ഒക്കെ സെയിം ആണ്. നൈട്രജനെ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് നൈട്രജൻ ഫിക്സേഷൻ. ആ കൺവേർഷൻ ആര് ചെയ്യണം, നൈട്രജനേസ് എൻസൈംസ് ചെയ്യുകയാണ് എങ്കിൽ അതിനെ നമുക്ക് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയാം. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ഈസ് എ വെരി വാല്യുബിൾ ആൾട്ടർനേറ്റീവ് ടു നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ് അല്ലേ. ഇനി ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് നാച്ചുറലി ഇൻ സോയിൽ ബൈ മൈക്രോ ഓർഗാനിസം
termed diazotropes that include bacteria such as Acetobacter and Archaea അല്ലേ. അപ്പോൾ ഈ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ സോയിലിലെ ചില മൈക്രോ ഓർഗാനിസംസ് ക്യാരി ചെയ്യുന്നുണ്ട്. അവയെ നമുക്ക് ഡയാസോട്രോപ്സ് എന്ന് വിളിക്കാം. മെയിൻലി ആരൊക്കെയാണ്? നമ്മുടെ അസറ്റോബാക്ടേഴ്സും ആർക്കിയ ഒക്കെ അല്ലേ. All biological nitrogen fixation is affected by enzyme nitrogenase അല്ലേ. ഈ എൻസൈംസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫിക്സേഷൻ സഹായിക്കത്തുള്ളൂ. ദീസ് എൻസൈംസ് കണ്ടെയ്ൻ അയൺ ഓഫൺ വിത്ത് എ സെക്കൻഡ് മെറ്റൽ, യൂഷ്വലി മോളിബ്ഡിനം, സംടൈംസ് വനേഡിയം അല്ലേ. അപ്പോൾ ഈ നൈട്രോജനേസ് എൻസൈം ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കൺവേർഷന് സഹായിക്കുന്നത്. ഇത് കൺവേർട്ട് ചെയ്യാനായിട്ട് സർട്ടൺ മൈക്രോ ഓർഗാനിസംസ് സോയിൽസിലുണ്ട്. അസറ്റോബാക്ടർ ഒക്കെ അതിന് എക്സാമ്പിളാണ്. അവ നൈട്രജനെ ഫിക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ അല്ലെങ്കിൽ BNF എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? യൂഷ്വലി മോളിബ്ഡിനം അല്ലെങ്കിൽ ഒന്നെങ്കിൽ അവയ്ക്കൊരു അയൺ ഉണ്ടല്ലേ, ഈ എൻസൈംസ് കണ്ടെയ്നിങ് ആൻ അയണ്, മെയിൻലി വിത്ത് എന്തായിരിക്കും? ആ മോളിബ്ഡിനം ആയിരിക്കും. ചില സമയത്ത് വനേഡിയവും കാണും. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ മേ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു ഫോളോയിങ് ടൈം. ഇനി ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ നമുക്ക് എഗെയിൻ എന്ത് ചെയ്യാം? ഫർദർ ഡിവൈഡ് ചെയ്യാം. നോൺ സിംബയോട്ടിക് അല്ലേ, സിംബയോട്ടിക് അല്ലാത്ത അസോസിയേഷൻസ്. ഇനി അസോസിയേറ്റീവ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ, ദെൻ സിംബയോട്ടിക് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. ഇങ്ങനെ 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഇത് രണ്ടും നിങ്ങൾ നോക്കണ്ട, കാരണം നമ്മുടെ സിലബസിൽ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. നമ്മളോട് ഒന്ന് മാത്രമേ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ, സിംബയോട്ടിക് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് മാത്രമേ പഠിക്കുന്നുള്ളൂ അല്ലേ. സിലബസിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. സോ അത് മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നൈട്രജൻ ഫിക്സേഷനാണ്. എന്താ നൈട്രജൻ ഫിക്സേഷൻ? നൈട്രജനെ അമോണിയാക്കി കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അമോണിയയെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നൈട്രേറ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഈ നൈട്രേറ്റ്സിനെയാണ് ആര് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഇവയെ നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സ് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെ നൈട്രജനെ ഫിക്സ് ചെയ്യാൻ 2 രീതിയിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. ഒന്ന് ബയോളജിക്കലി ഫിക്സ് ചെയ്യാം, ഒന്ന് നോൺ ബയോളജിക്കലി ഫിക്സ് ചെയ്യാം. അതായത് നമ്മുടെ ലൈറ്റനിങ്ങും ഒക്കെ വഴി. ഇനി ബയോളജിക്കലി ഫിക്സ് ചെയ്യാം. സർട്ടൺ മൈക്രോബ്സ് അല്ലെങ്കിൽ നൈട്രോജനേസ് എൻസൈംസിൻ്റെ ഹെൽപ്പോട് കൂടി നൈട്രജനെ അമോണിയാക്കി കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. അത് തന്നെ വീണ്ടും 3 ടൈപ്പ് ഉണ്ട്. സിംബയോട്ടിക് ആയിട്ടുള്ള അസോസിയേഷൻ ഉണ്ട്, നോൺ സിംബയോട്ടിക് ഉണ്ട്, അസോസിയേറ്റീവ് ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? സിംബയോട്ടിക് ആയിട്ടുള്ള നൈട്രജൻ ഫിക്സേഷനാണ്. സിംബയോട്ടിക് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ നോക്കാം. Symbiotic nitrogen fixation is a part of a mutualistic relationship in which plants provide a niche and fixed carbon to bacteria in exchange for fixed nitrogen അല്ലേ. അപ്പം നമുക്കറിയാം സിംബയോട്ടിക് എന്ന് പറയുമ്പോൾ എന്താണ്? 2 പേർക്കും പോസിറ്റീവ് ആണല്ലേ. 2 പേരും മ്യൂച്വലി ബെനിഫിറ്റഡ് ആയിരിക്കണം. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എയും ബിയും. അതായത് ഇവിടെ എ ആരാണ്? എ എന്ന് പറയുന്നത് പ്ലാന്റ് ആണ്, ബി ആരാണ്? നമ്മുടെ ബാക്ടീരിയ, നൈട്രജൻ ഫിക്സ് ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ബാക്ടീരിയ. അപ്പം എയും ബിയും എന്തായിരിക്കണം? മ്യൂച്വലി ബെനിഫിറ്റഡ് ആയിരിക്കണം ഇവിടെ. അപ്പോൾ ഈ ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യുന്നു? പ്ലാന്റ്സ് ഒരു നിശ്ചയം പ്രൊവൈഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഫിക്സഡ് കാർബണും ആർക്ക് കൊടുക്കുന്നു? ബാക്ടീരിയാസിന് കൊടുക്കുന്നു. ഈ ബാക്ടീരിയാസ് തിരിച്ചെന്ത് കൊടുക്കും? നൈട്രജനെ ഫിക്സ് ചെയ്ത്. കാരണം പ്ലാന്റ്സിന് ഒരിക്കലും ഡൈനൈട്രജൻ ഫോംസിൽ നൈട്രജനെ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മുടെ ബാക്ടീരിയാസ് എന്ത് ചെയ്യും? നൈട്രജനെ അബ്സോർബ് ചെയ്ത് കൊടുക്കും. ഫിക്സ് ചെയ്ത് കൊടുക്കും. Such an associative between bacteria and host is ecological, long-term and mutually beneficial to both. അല്ലേ, 2 പേരും mutually beneficial ആണ്. Microbial partner fix atmosphere nitrogen. The various example of symbiotic biological nitrogen fixation can be grouped under the following 3 categories. അപ്പം മെയിൻലി സിംബയോട്ടിക് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വലി 2 പാർട്ട്നേഴ്സും അല്ലേ, ബാക്ടീരിയൽ പാർട്ട്നേഴ്സിനും അതുപോലെ നമ്മുടെ പ്ലാന്റിനും 2 പേരും ഈക്വലി ബെനിഫിറ്റഡ് ആയിരിക്കണം. ഇവിടെ പ്ലാന്റിന് നൈട്രജനെ ഫിക്സ് ചെയ്ത് കൊടുക്കും, പകരം പ്ലാന്റ് എന്ത് ചെയ്യും? ഫ്രീ കാർബണൊക്കെ കൊടുത്ത് നമ്മുടെ ബാക്ടീരിയാസിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരും. അപ്പം 2 പേരും മ്യൂച്വലി ബെനിഫിഷ്യൽ ആണ്. അപ്പം നമുക്ക് അങ്ങനെയുള്ള റിലേഷൻസ് നോക്കാം.
നൈട്രജൻ ഫിക്സേഷൻ ത്രൂ നൊഡ്യൂൾ ഫോർമേഷൻ ഇൻ ലെഗുമിനസ് പ്ലാന്റ്സ്. സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഴ്സ് ഇൻ ലാർജ് നമ്പർ ഓഫ് ലെഗും പ്ലാന്റ്സ് അല്ലേ. ശ്രദ്ധിച്ചേ, നൈട്രജൻ ഫിക്സേഷൻ ത്രൂ നൊഡ്യൂൾ ഫോർമേഷൻ ഇൻ ലെഗുമിനസ് പ്ലാന്റ്സ്. ലെഗുമിനസ് പ്ലാന്റ്സിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ. നൊഡ്യൂൾ ഫോർമേഷനിൽ ലെഗുമിനസ്, അതായത് പയറ് വർഗ്ഗത്തിൽ പെട്ട ചെടികളുടെ കാര്യമാണ് പറയുന്നത്. നോക്കാം. സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഴ്സ് ഇൻ ലാർജ് നമ്പർ ഓഫ് ലെഗുമിനസ് പ്ലാന്റ്സ് ഇൻക്ലൂഡ് ജീനസ് റൈസോബിയം മെയിൻലി. അപ്പം നമ്മുടെ ഈ ലെഗുമിനസ് പ്ലാന്റുകൾ അല്ലെ, നമ്മുടെ പയറ് വിഭാഗത്തിൽപ്പെട്ട ചെടികളൊക്കെ എടുക്കുകയാണെങ്കിൽ അവയിൽ കാണപ്പെടുന്ന സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഴ്സ് അല്ലെ, ആ പ്ലാന്റിൽ കാണപ്പെടുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് റൈസോബിയം ആയിരിക്കും. They established themselves inside the specialized structure of the root called root nodules അല്ലേ. അപ്പോൾ ഈ ലെഗുമിനസ് പ്ലാന്റ്സിന് എന്തുണ്ട്, ആ റൂട്ട് നൊഡ്യൂൾസ് ഉണ്ടല്ലേ, റൂട്ടിലെല്ലാം ഇങ്ങനെ നൊഡ്യൂൾസ് കാണാനായിട്ട് സാധിക്കും. ഈ നൊഡ്യൂൾസിനുള്ളിലാണ് ആര് ജീവിക്കുന്നത്, നമ്മുടെ നൈട്രജൻ ഫിക്സ് ചെയ്യാനുള്ള റൈസോബിയം ജീവിക്കുന്നത്. The bacteria fix nitrogen only when they present inside the nodules അല്ലേ. ഈ ഒരു ബാക്ടീരിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇവ പുറത്താണെങ്കിൽ ഇവർക്ക് ഒരു കഴിവുമില്ല അല്ലേ. ഇവർ ഈ ഒരു റൂട്ട് നൊഡ്യൂൾസിൻ്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യും, അറ്റ്മോസ്ഫറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള കഴിവ് കിട്ടും. അപ്പോൾ ഈ റൂട്ട് നൊഡ്യൂൾസിന് ഉള്ളിലിരിക്കുകയാണെങ്കിൽ മാത്രമേ അവ എന്ത് ചെയ്യത്തുള്ളൂ, അറ്റ്മോസ്ഫറിക് നൈട്രജനെ ഫിക്സ് ചെയ്യുകയുള്ളൂ. The association is regarded as symbiotic because the host plant supplies the nodule bacteria the required organic carbon or carbohydrates അല്ലേ. അപ്പോൾ ഇതൊരു സിംബയോട്ടിക് അസോസിയേഷനാണ്. ഇവിടെ കാർബൺ, പ്ലാന്റ് എന്ത് കൊടുക്കുന്നു, കാർബൺ കൊടുക്കുന്നു, തിരിച്ച് ഇതിന് നൊഡ്യൂളിൽ താമസിച്ചുകൊണ്ട് ഇവ എന്ത് ചെയ്യുന്നു, നൈട്രജനെ ഫിക്സ് ചെയ്ത് പ്ലാന്റിന് കൊടുക്കുന്നു. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സിംബയോട്ടിക് ആയിട്ടുള്ള ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ മെത്തേഡാണ്. നൈട്രജൻ ഫിക്സേഷൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാം അല്ലേ, അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം നൈട്രിഫിക്കേഷൻ സ്റ്റെപ്പ് വഴി ഈ അമോണിയ എന്ത് ചെയ്യുന്നു, നൈട്രേറ്റ് ആക്കി മാറ്റുന്നു, എന്നിട്ട് പ്ലാന്റ് യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പാണല്ലേ നൈട്രജനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയുള്ളത്. അപ്പോൾ അങ്ങനെ ഫിക്സ് ചെയ്യാൻ ബയോളജിക്കൽ മെത്തേഡുമുണ്ട്, നോൺ ബയോളജിക്കൽ മെത്തേഡുമുണ്ട്. നോൺ ബയോളജിക്കൽ അവിടെ നിൽക്കട്ടെ. ബയോളജിക്കൽ മെത്തേഡിലേക്ക് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സിംബയോട്ടിക് അല്ലേ. രണ്ടുപേരും മ്യൂച്വലി ബെനിഫിറ്റഡ് ആയിട്ടുള്ള റിലേഷൻ, അതായത് ചില ബാക്ടീരിയാസ് എന്തായിരിക്കും ഈ നൈട്രജൻ ഫിക്സ് ചെയ്യാനായിട്ട് ക്യാപ്പബിൾ ആയിരിക്കും. ഇത് പ്ലാന്റുമായിട്ട് ചേർന്നിട്ട് ഒരു അസോസിയേഷൻ കീപ്പ് ചെയ്യും അല്ലേ. പ്ലാന്റിന് ഇത് നൈട്രജനെ ഫിക്സ് ചെയ്ത് കൊടുക്കും, തിരിച്ച് പ്ലാന്റ് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതിന് ഫ്രീ കാർബണും ഒക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ സിംബയോട്ടിക് അസോസിയേഷൻ. അപ്പോൾ നമ്മൾ ലെഗുമിനസ് പ്ലാന്റ് പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികളിലേക്ക് നോക്കുകയാണെങ്കിൽ അവയിൽ സ്ഥിരമായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക അല്ലേ. നമ്മളൊക്കെ പറയില്ല, നമുക്ക് സ്ഥിരമായിട്ട് ഇപ്പം ഷോപ്പിൽ പരോ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ മേടിച്ച് തരാൻ ഒരാളുണ്ടെന്ന്. അപ്പം അതുപോലെ തന്നെ അവർക്ക് സ്ഥിരമായിട്ടൊരു ബാക്ടീരിയ ആയിരിക്കും റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയയാണ് എന്ത്, ഈ പയറുവർഗ്ഗത്തിൽപ്പെട്ട പി ഫാമിലി അല്ലെങ്കിൽ ലെഗുമിനസ് പ്ലാന്റ്സിൽ നൈട്രജനെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവയ്ക്ക് എന്തായിരിക്കും, ഈ ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവയ്ക്ക് റൂട്ട് നൊഡ്യൂൾസ് ഉണ്ട് അല്ലേ. ഈ നൊഡ്യൂൾസിന് ഉള്ളിലായിരിക്കും ഈ ബാക്ടീരിയ കാണുന്നത്. ആ നൊഡ്യൂൾസിനുള്ളിലിരിക്കുമ്പോൾ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, ക്യാപ്പബിൾ ആവുകയുള്ളൂ അല്ലേ. എന്തിന് ക്യാപ്പബിൾ ആവുകയുള്ളൂ, വിച്ച് മീൻസ് ഈ ഒരു നൈട്രജൻ ഫിക്സ് ചെയ്യാൻ ക്യാപ്പബിൾ ആവത്തുള്ളൂ. അപ്പോൾ ഈ റൈസോബി ഇങ്ങനെ നൈട്രജൻ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, ആ പ്ലാന്റ്സ് തിരിച്ച് ഇതിന് ഗ്രോ ചെയ്യാൻ ആവശ്യമുള്ള കാർബണൊക്കെ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ രണ്ടുപേരും മ്യൂച്വലി ബെനിഫിറ്റ് ചെയ്ത് പോവുകയാണ് അല്ലേ. ഇപ്പോൾ റൈസോബിയോ ലെഗുമിനസ് പ്ലാന്റ് ഒന്നാമത്തെ ടൈപ്പ്. In return, microorganisms supply fixed nitrogen to the host plant അല്ലേ. Bradyrhizobium japonicum is a slow growing symbiote of soybean. അതുപോലെ തന്നെ Azorhizobium അല്ലേ is a stem nodule forming symbiote in Sesbania species. അപ്പോൾ നമ്മൾ ഓരോന്നിലെയും മെയിനായിട്ടുള്ള സ്പീഷീസ് പറയേണ്ടത് നമ്മുടെ അറിയാം. റൈസോബിയം ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. റൈസോബിയത്തിൽ തന്നെ ഡിഫറെൻറ്റ് സ്പീഷീസുകൾ കാണുമല്ലോ അല്ലേ. അതിൽ ബ്രാഡിറൈസോബിയം എന്ന് പറയുന്നത് നമ്മുടെ സിംബയോട്ട് സോയാബീൻസ് അല്ലേ, അതും ലെഗുമിനസ് ഫാമിലി തന്നെയാണ്. സോയാബീൻസിലെയൊക്കെ ഒരു മെയിനായിട്ടുള്ള നമ്മുടെ എന്താണ് റൈസോബിയം ആണ്. ഇനി നൈട്രജൻ ഫിക്സേഷൻ ത്രൂ നൊഡ്യൂൾ ഫോർമേഷൻ ഇൻ നോൺ ലെഗുമിനസ് പ്ലാന്റ്സ്. അപ്പോൾ നമ്മൾ ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അവയ്ക്ക് റൂട്ട് നൊഡ്യൂൾസ് ഉണ്ട്. ആ നൊഡ്യൂൾസിനുള്ളിൽ സുരക്ഷിതമായിട്ട് ഇരുന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവർ നമ്മുടെ എന്ത് ചെയ്യുന്ന
നൈട്രജനെ ഫിക്സ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി ലെഗുമിനസ് പ്ലാന്റ്സ് അല്ലാത്ത ആൾക്കാരുണ്ടല്ലേ, അവയിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മെനി പ്ലാന്റ്സ് ബിലോങ്ങിങ് ടു ദ ഫാമിലി അതർ ദാൻ ലെഗുമിനോസെ. ഇനി ലെഗുമിനോസെ അല്ലാത്തുള്ള ആർ നോൺ ടു പ്രൊഡ്യൂസ് റൂട്ട് നോഡ്യൂൾസ്. ദ ഇമ്പോർട്ടൻറ്റ് എമോങ് ദം ആർ പ്രൈമർലി ട്രീസ് ആൻഡ് ഷർബ്സ്. ദ ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ് ഓഫ് നോൺ ലെഗുമിനസ് പ്ലാന്റ്സ് ദറ്റ് പ്രൊഡ്യൂസ് റൂട്ട് നോഡ്യൂൾസ് ആൻഡ് ഫിക്സ് നൈട്രജൻ ആർ ജിനസ് ഫ്രാങ്കിയ ഫോംസ് റൂട്ട് നോഡ്യൂൾ ഇൻ അസോസിയേഷൻ വിത്ത് അൾനസ് സ്പീഷീസ് അല്ലേ. അതുപോലെ തന്നെ കെസോറിന ഇക്യുസിറ്റിഫോളിയ അല്ലേ, മൈറിക്കാഗേല എക്സെട്രാസ് ഒക്കെ. അതുപോലെ തന്നെ റൈസോബിയം ഓൾസോ റൂട്ട് നോഡ്യൂൾസ് ഇൻ ജീനസ് പെരാസ്പോണിയ. ഇനി ലീഫ് നോഡ്യൂൾസ് ആർ ഫോംഡ് ബൈ ബാക്ടീരിയ അല്ലേ, ക്ലെബെസെല്ല ഇൻ ജീനസ് സൈക്കോട്ടിയ ആൻഡ് ബൈ ബാക്ടീരിയ ബർക്കോൾഡേറിയ ഇൻ ജീനസ് പാവറ്റെ. നമ്മൾ ശ്രദ്ധിച്ച് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി നോൺ ലെഗുമിനസ് പ്ലാന്റ്സിലേക്ക് വരുമ്പോൾ അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, നോൺ ടു പ്രൊഡ്യൂസ് അല്ലെ റൂട്ട് നോഡ്യൂൾസ് ഫോം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവയുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവയുടെ എക്സാമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ, ഫ്രാങ്കിയ. ഈ ഫ്രാങ്കിയ ജീനസിൽപ്പെട്ടവ ഫോംസ് റൂട്ട് നോഡ്യൂൾസ് ഉണ്ട് ഇൻ അസോസിയേഷൻ ആരുമായിട്ട് ചേർന്ന് അൾനസ് സ്പീഷീസുമായിട്ട് ചേർന്നിട്ട് ഒരു അസോസിയേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റൈസോബിയം അല്ലേ, ഓൾസോ റൂട്ട് നോഡ്യൂൾസ് ഇൻ അല്ലേ, പാരസ്പോണിയയുമായിട്ട് ചേർന്നിട്ട് റൂട്ട് നോഡ്യൂൾസ് ഫോം ചെയ്തിട്ട് അവിടെയും നൈട്രജൻ ഫിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇതെല്ലാം എന്താണ്, നോൺ ലെഗുമിനസ് ആണല്ലേ. ലെഗുമിനസ് നമുക്ക് എപ്പോഴും അറിയാം റൈസോബിയം ആയിരിക്കും എന്നറിയാം. അപ്പം നോൺ ലെഗുമിനസിൽ ഫ്രാങ്കിയയിൽ അൾനസ് സ്പീഷീസും ഒക്കെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും അല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനെ കുറിച്ചാണ്. അപ്പോൾ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനിൽ നമ്മൾ ആദ്യം ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ പറഞ്ഞു, ഇപ്പം നോൺ ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ പറഞ്ഞു. ഇനി നോക്കിയേ നൈട്രജൻ ഫിക്സേഷൻ ത്രൂ നോൺ നൊഡ്യൂളേഷൻ. ഇപ്പം നമ്മൾ പറഞ്ഞു ഈ ലെഗുമിനസ് പ്ലാന്റ്സിൽ ഇവ ആക്ട് ചെയ്യുന്നത് നൊഡ്യൂൾസ് ഫോം ചെയ്യുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞു. നോൺ ലെഗുമിനസ് പ്ലാന്റ്സിലും ചിലവ എന്ത് ചെയ്യുന്നുണ്ട്, നൊഡ്യൂൾസ് ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവയിലും എന്ത് ചെയ്യുന്നത്, ഈ ബാക്ടീരിയാസിന് നൈട്രജൻ ഫിക്സ് ചെയ്യാൻ കഴിയുന്നത്. ഇനി നോൺ നൊഡ്യൂളേഷൻ, നൊഡ്യൂൾസ് ഫോം ചെയ്യുന്നില്ല. നോക്കാം. സം പ്ലാന്റ്സ് സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ ഒക്കേഴ്സ് ബട്ട് നൊഡ്യൂൾസ് ആർ നോട്ട് ഫോംഡ്. സച്ച് എ അസോസിയേഷൻ ആർ നോൺ ആസ് സ്യൂഡോ സിംബയോട്ടിക് അല്ലെങ്കിൽ സ്യൂഡോ സിംബയോസിസ് എന്ന് പറയും. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ലെഗുമിനസ് പ്ലാന്റ്സിൽ നൊഡ്യൂൾസ് ഫോം ചെയ്യും. സോ ബാക്ടീരിയ അവിടെ ഇരിക്കും, സുഖമായിട്ട് നൈട്രജൻ ഫിക്സ് ചെയ്ത് കൊടുക്കും. നോൺ ലെഗുമിനസ് പ്ലാന്റ്സിലും ചിലത് എന്ത് ചെയ്യുന്നുണ്ട്, നൊഡ്യൂൾസ് ഫോം ചെയ്യുന്നുണ്ട്. ബാക്ടീരിയ അവിടെ പോയിരിക്കുന്നു, സുഖമായിട്ട് എന്ത് ചെയ്യുന്നു, നൈട്രജൻ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ ചില പ്ലാന്റ്സിൽ നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നുണ്ട്, പക്ഷേ അവിടെ നൊഡ്യൂൾ ഫോം ചെയ്യുന്നില്ല. അങ്ങനത്തെ അസോസിയേഷൻ ആണ് എന്തെന്ന് പറയുന്നത് സ്യൂഡോ സിംബയോട്ടിക് അസോസിയേഷൻ അല്ലെങ്കിൽ സ്യൂഡോ സിംബയോസിസ് എന്ന് പറയുന്നത്. നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നുണ്ട്, പക്ഷേ എന്തല്ല, നൊഡ്യൂൾസ് ഫോം ചെയ്യുന്നില്ല. അപ്പം നമുക്ക് നോക്കാം അങ്ങനത്തെ അസോസിയേഷൻസിൻ്റെ ചില എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം എക്സാമ്പിൾസ് ഉണ്ടല്ലേ. ഫസ്റ്റ് വൺ ലൈക്കൻസ്, an association with the fungi and algae. സൈനോബാക്ടീരിയ അല്ലെങ്കിൽ ഗ്രീൻ ആൽഗയുമായിട്ടുള്ളൊരു അസോസിയേഷനാണ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നൈട്രജൻ ഫിക്സ് ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യുന്നില്ല, റൂട്ട് നോഡ്യൂൾ ഫോം ചെയ്യുന്നില്ല. ലൈക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽഗയും ഫഞ്ചിയും തമ്മിലുള്ള അസോസിയേഷനാണ് അല്ലേ ലൈക്കൻസ് എന്ന് പറയുന്നത്. അവിടെ ഫഞ്ചി എന്ത് ചെയ്യുന്നു, ആൽഗിക്ക് ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ളത് ആൽഗയാണ് അല്ലേ. സോ ആൽഗിക്ക് ഫോട്ടോസിന്തസിന് ആവശ്യമായ മിനറൽസും ഒക്കെ എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഫഞ്ചി പാർട്ട്ണറാണ്. അബ്സോർബ് ചെയ്ത് കൊടുക്കുന്ന ഒരു മിനറൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ആൽഗി എന്ത് ചെയ്യുന്നു, ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മുടെ ഫഞ്ചിക്ക് കൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ നൈട്രജൻ ഫിക്സേഷനും അവിടെ നടക്കുന്നുണ്ട്. ഇനി നോക്കിയേ ആന്തോസെറോസ്, എ ബ്രയോഫൈറ്റ് അസോസിയേറ്റഡ് വിത്ത് നോസ്റ്റോക്ക് അല്ലേ. നോസ്റ്റോക്ക് അറിയാമല്ലോ അല്ലേ. നോസ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്, നോസ്റ്റോക്ക് ഇത് ഇങ്ങനെ നമ്മുടെ മാലയിൽ മുത്തു കോർത്തിരിക്കുന്ന പോലത്തെ സ്ട്രക്ചറാണല്ലേ. ഈ നോസ്റ്റോക്കിൽ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. ഈ ഹെറ്ററോസിസ്റ്റ് സെൽസ് എന്തായിരിക്കും, നൈട്രജൻ ഫിക്സ് ചെയ്യാൻ വേണ്ടി ക്യാപ്പബിൾ ആയിരിക്കും. അപ്പോൾ അവിടെ നൊഡ്യൂൾ ഫോർമേഷൻ ഒന്നും വേണ്ട. നോസ്റ്റോക്ക് അല്ലേ, ആന്തോസെറോസ് എന്ന് പറയുന്ന ബ്രയോഫൈറ്റിൽ നൈട്രജൻ എങ്ങനെ ഫിക്സ് ചെയ്യുന്നത്, ഈ നോസ്റ്റോക്കുമായിട്ട് അസോസിയേഷൻ ഫോം ചെയ്യും അല്ലേ. നോസ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ അതിനുള്ളിലായിട്ട് എന്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് നമുക്ക് കാണുവാനും സാധിക്കും. അതാണ് നൈട്രജൻ ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്നത്. ഇനി അസോള അല്ലേ, നമ്മുടെ ഫേൺ അസോളയിൽ ആരുമായിട്ട് അസോസിയേഷൻ ഉണ്ട്, അനബീനയുമായിട്ട് അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ അവർ തമ്മിൽ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നൈട്രജൻസ് ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചേ.
ഇതുപോലെ സൈക്കസ്, ജിംനോസ്പേംസ് അല്ലേ, സൈക്കസ് എന്ന് പറയുന്ന ഒരു ജിംനോ ആണ്. ഈ ജിംനോ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? അസോസിയേഷൻ വിത്ത് അനബീനയുമായിട്ടൊരു അസോസിയേഷൻസ് ഉണ്ട് അല്ലേ. ബ്ലൂ ഗ്രീൻ ആൽഗീൻ അതിൻ്റെ കൊറലോയിഡ് റൂട്ടുമായിട്ടൊരു അസോസിയേഷൻ ഉണ്ട്. ഇനി നെക്സ്റ്റ് മാക്രോഫില എടുക്കുകയാണെങ്കിൽ ആൻജിയോസ്പേംസ്, അതിലും എന്തുണ്ട്? നോസ്റ്റോക്കുമായിട്ട് അസോസിയേഷൻ ഉണ്ട്. നൈട്രജൻ ഫിക്സ് ചെയ്യുക. നോസ്റ്റോക്കിൻ്റെ പ്രത്യേകത ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിലെന്തുണ്ട്? ഹെറ്ററോസിസ്റ്റുകളുണ്ട് അല്ലേ, സെൽസ് ദാറ്റ് ഈസ് ക്യാപ്പബിൾ ഫോർ നൈട്രജൻ ഫിക്സ്. നൈട്രജൻ ഫിക്സ് ചെയ്യാനായിട്ടുള്ള ക്യാപ്പബിൾ ആയിട്ടുള്ള സെൽസ് നോസ്റ്റോക്കിൽ പ്രസൻ്റ് ആണ്. ഇനി റൂട്ട്സ് ഓഫ് ഡൈജിറ്റാറിയ അല്ലേ, മെയ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സ്പൈറലുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് നൈട്രജൻ ഫിക്സ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നൈട്രജൻ ഫിക്സേഷൻ ആണല്ലേ. എന്താ നൈട്രജൻ ഫിക്സേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാന്റ്സിൽ ഒരിക്കലും നൈട്രജനെ, അതായത് ഡൈനൈട്രജൻ N2 ഫോമിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നൈട്രജൻ എന്ത് ചെയ്യണം? വേരിയസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നൈട്രജനെ അമോണിയാക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം, ബയോളജിക്കലി നോൺ ബയോളജിക്കലി അല്ലേ. നോൺ ബയോളജിക്കലി എന്ന് പറയുമ്പോൾ ലൈറ്റനിങ് ഒക്കെയാണ് അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റനിങ്ങിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാമല്ലേ, നൈട്രജൻ എന്ന് പറയുന്നത് ട്രിപ്പിൾ ബോണ്ടാണ് അല്ലേ. സോ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അതുപോലെ ഇത് നോൺ റിയാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ലൈറ്റനിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭൂമിയിലേക്ക് ഹൈ വോൾട്ടേജ് എനർജിയാണ് വരുന്നത് അല്ലേ. ആ എനർജി വഴി ഈ നൈട്രജൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും അവയെ റിയാക്റ്റീവായി ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുകയും നൈട്രജൻ ഓക്സൈഡ്സ് ഫോം ചെയ്യുകയും അതിനുശേഷം വാട്ടറുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് നൈട്രജനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? നൈട്രേറ്റ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് പ്ലാന്റ്സിനെയൊക്കെ യൂസ്ഫുള്ളായിട്ട് മാറ്റുന്നു. അതാണ് ഒരു മെത്തേഡ്. ഇനി ബയോളജിക്കലി അല്ലെങ്കിൽ BNF എന്ന് പറയുന്നത്, ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നൈട്രജൻ ഫിക്സേഷൻ അറിയാമല്ലേ, നൈട്രജനെ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മൈക്രോ ഓർഗാനിസം അല്ലെ, ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ നൈട്രോജനേസ് എൻസൈമിൻ്റെ സഹായത്തോടു കൂടി അങ്ങനെ നൈട്രജനെ അമോണിയാക്കി കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഇതും പല രീതിയിൽ ചെയ്യാം. നമുക്ക് പല രീതികളൊന്നും പഠിക്കണം. നമ്മളോട് സിലബസിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ബയോളജിക്കൽ അല്ലേ, സിംബയോട്ടിക് ആയിട്ടുള്ള നൈട്രജൻ ഫിക്സേഷൻ മാത്രം പഠിച്ചാൽ മതി എന്ന്. സിംബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ രണ്ട് പേരും ഈക്വലി ബെനിഫിറ്റഡ് ആയിരിക്കണം അല്ലേ. അത് തന്നെ 3 രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലെഗുമിനസ് പ്ലാന്റ്സിലെ നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത്, അതായത് റൂട്ട് നൊഡ്യൂൾ ഫോം ചെയ്യുന്നു, അനബീനയുമായിട്ട് അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ എന്ത് ചെയ്യുന്നു? നൈട്രജൻ ഫിക്സ് ചെയ്യുന്നു. ഇനി നോൺ ലെഗുമിനസ് പ്ലാന്റ്സ്, അതായത് പയറുവർഗ്ഗത്തിൽ പെടാത്ത വേറെ ചെടികളുണ്ടല്ലേ, അവയിലാണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? റൂട്ട് നൊഡ്യൂൾസ് ഫോം ചെയ്യുന്നുണ്ട്. ദെൻ എന്ത് ചെയ്യുന്നു? അവയ്ക്കും ചില സഡൻ ബാക്ടീരിയാസുമായിട്ടൊക്കെ അസോസിയേഷൻ, നമ്മൾ എക്സാമ്പിൾസ് പഠിച്ചു, അവയായിട്ടൊക്കെ അസോസിയേഷൻസ് കീപ്പ് ചെയ്തിട്ട് അവർ നൈട്രജൻ ഫിക്സ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റിൽ പറഞ്ഞത് എന്ത് ചെയ്യുന്നുണ്ട്? നൊഡ്യൂൾസ് ഫോം ചെയ്യാതെ ചില പ്ലാന്റുകളിൽ നൈട്രജനെ ഫിക്സ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? സ്യൂഡോ അല്ലേ, ശരിക്ക് ഉള്ളതല്ല, സ്യൂഡോ സിംബയോസിസ് അല്ലെങ്കിൽ സ്യൂഡോ സിംബയോട്ടിക് റിലേഷൻ എന്ന് പറയുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ എക്സാമ്പിൾ ആണല്ലേ സൈക്കസിൽ, ജിംനോസ്പേംസിലുള്ളത്. അതുപോലെ തന്നെ നോസ്റ്റോക്കും ഗനേറിയ മാക്രോഫിലസും തമ്മിലുള്ള അസോസിയേഷനൊക്കെ അവിടെ നൊഡ്യൂൾസ് ഒന്നും ഫോം ചെയ്യുന്നില്ല. പക്ഷേ ഈ സ്പെഷ്യലൈസ്ഡ് മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നുണ്ട്? നൈട്രജനെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.